1. മാനസഭജരേ. ഞാൻ ഉറവകൊണ്ട ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം പുസ്തകങ്ങളെല്ലാം എറിഞ്ഞുകളഞ്ഞ് എനിക്കായി പ്രവൃത്തികൾ കാത്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച് അവിടെ നിന്നിറങ്ങിപ്പോന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അന്നത്തെ ആ വൈകുന്നേരത്തെ സംഭവം തെലുഗു പണ്ഡിതൻ തന്റെ പ്രസംഗത്തിലൂടെ നിങ്ങളോടെല്ലാം വിവരിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ സായിബാബയായി പരസ്യമായി രംഗത്തുവന്ന ആ ദിവസം തെലുഗു പണ്ഡിതന്റെ വീട്ടിൽ നിന്നിറങ്ങി ഞാൻ പോയ ആ തോട്ടത്തിൽ തടിച്ചുകൂടിയ ജനങ്ങളെ പഠിപ്പിച്ച ആദ്യത്തെ ഗാനം ഇതായിരുന്നു: മാനസഭജരേ ഗുരുചരണം ദുസ്തര ഭവസാഗര തരണം. ജനനമരണങ്ങളുടെ അനന്തമായ ചക്രത്തിൽപ്പെട്ട് വലയുന്നവരോടെല്ലാം ഗുരൂപദങ്ങളെ ഭജിക്കാൻ ഞാൻ ആഹ്വാനം ചെയ്തു. തന്നെത്തന്നെ വെളിപ്പെടുത്തുകയും തന്നിൽ അഭയം പ്രാപിക്കുന്നവരുടെ ഭാരം ഏറ്റെടുക്കാൻ വീണ്ടും അവതരിക്കുകയും ചെയ്ത ആ ഗുരുവിനെ. മാനവരാശിക്കായുള്ള എന്റെ ഏറ്റവും ആദ്യത്തെ സന്ദേശമായിരുന്നു അത്. മാനസഭജരെ, മനസ്സുകൊണ്ട് ആരാധിക്കുക. 1 2 അണയ്ക്ക് വാങ്ങാൻ കിട്ടുന്ന നിങ്ങളുടെ പൂമാലകളും പഴങ്ങളും എനിക്കാവശ്യമില്ല. അവയൊന്നും യഥാർത്ഥത്തിൽ നിങ്ങളുടേതല്ല. നിങ്ങളുടേതായ എന്തെങ്കിലും എനിക്ക് തരൂ, സദ്ഗുണത്തിന്റെയും നിഷ്കളങ്കതയുടെയും സുഗന്ധമുള്ളതും പശ്ചാത്താപത്തിന്റെ കണ്ണീരിൽ കഴുകി വൃത്തിയാക്കിയതുമായ എന്തെങ്കിലും. നിങ്ങൾ കൊണ്ടുവരുന്ന മാലകളും പഴങ്ങളും നിങ്ങളുടെ ഭക്തിയുടെ പ്രദർശനത്തിനായുള്ള ആഡംബര വസ്തുക്കൾ മാത്രമാണ്. അവ കൊണ്ടുവരാൻ കഴിവില്ലാത്ത പാവപ്പെട്ട ഭക്തർ അപമാനിക്കപ്പെടുകയും തങ്ങൾ നിസ്സഹായരാണല്ലോ എന്നോർത്ത് വിഷമിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ചെയ്യുന്നതുപോലെ പ്രൗഢമായ രീതിയിൽ ഭക്തി പ്രകടിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഭഗവാനെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കൂ. നിങ്ങളുടെ കർമ്മങ്ങളുടെ ഫലങ്ങളും നിങ്ങളുടെ ആന്തരിക ചിന്തകളുടെയും വികാരങ്ങളുടെയും പുഷ്പങ്ങളും അവിടത്തേക്ക് അർപ്പിക്കുക. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരാധനയും ഞാൻ ഏറ്റവും അമൂല്യമായി കരുതുന്ന ഭക്തിയും. കടകളിൽ സാധനങ്ങൾ പ്രത്യേക പാക്കറ്റുകളായി സൂക്ഷിക്കുകയും ഓരോ കടയും ഏതെങ്കിലും ഒരു പ്രത്യേക വസ്തുവിലോ വസ്തുക്കളുടെ ഗണങ്ങളിലോ വൈദഗ്ധ്യം നേടുകയും ചെയ്യുന്നു. എന്നാൽ ഒരു എക്സിബിഷനിൽ, പ്രദർശനത്തിൽ എല്ലാത്തരം വസ്തുക്കളും ലഭ്യമാക്കുന്നതിനായി നൂറുകണക്കിന് കടകൾ ഒന്നിക്കുന്നു. അതിൽ ധാരാളം അലങ്കാരങ്ങളും ക്രമീകരണങ്ങളും പ്രദർശനവുമുണ്ട്. കടകളിൽ ലഭ്യമായ പാക്കറ്റുകൾ പോലെ വ്യക്തിഗത നിർദ്ദേശങ്ങൾ നൽകാനും വ്യക്തിഗത ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനും മാത്രമാണ് ഞാൻ ഇത്രയും നാൾ പൊതുവെ ശ്രമിച്ചിരുന്നത്. ഇന്നത്തെ ഈ പ്രസംഗം നിങ്ങൾക്ക് ഒരു പുതിയ അനുഭവമാണ്. ഞാൻ ഇന്നൊരു ജനക്കൂട്ടത്തെയാണ് അഭിസംബോധന ചെയ്യുന്നത്. എന്നാൽ ഇത് നിങ്ങൾക്ക് പുതിയതായിരിക്കാമെങ്കിലും എനിക്കിത് പുതിയതല്ല. ഈ രൂപത്തിലല്ലെങ്കിലും മുൻപും വലിയ ജനക്കൂട്ടത്തിന് ഞാൻ ഉപദേശം നൽകിയിട്ടുണ്ട്. നിരാകാരം സാകാരമാകുമ്പോഴെല്ലാം അത് അതിന്റെ ലക്ഷ്യം നിറവേറ്റേണ്ടതുണ്ട്. അത് വിവിധ രീതികളിൽ അത് ചെയ്യുന്നു. എന്നാൽ യുഗമോ കാലഘട്ടമോ എന്തുതന്നെയായാലും മനുഷ്യനെ പുനരഭ്യസിപ്പിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം നിലനിൽക്കുന്നു. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ഈ ജീവിതത്തിലെ ആദ്യത്തെ 16 വർഷം ബാലലീലകൾ പ്രമുഖമായിരുന്ന കാലഘട്ടമായിരുന്നു. അടുത്ത 16 വർഷം ഈ തലമുറയ്ക്ക് സന്തോഷം നൽകുന്നതിനായി, മഹിമകൾക്കായി, മഹിമകൾ കാണിക്കുന്നതിനായി പ്രധാനമായും ചെലവഴിക്കുന്നു. സന്തോഷം അല്ലെങ്കിൽ ആനന്ദവും തൃപ്തിയും ആയുസ്സു കുറഞ്ഞ വികാരങ്ങളാണ്. നിങ്ങൾ ആ ഭാവത്തെ പിടിച്ചെടുത്ത് അതിനെ ഒരു ശാശ്വത സമ്പാദ്യമാക്കണം, അതായത് ആനന്ദം. 32-ാം വയസ്സിന് ശേഷം തെറ്റിലേക്ക് പോകുന്ന മനുഷ്യരാശിയെ ഉപദേശിക്കുന്നതിനോ ഉപദേശം നൽകുന്നതിനോ പഠിപ്പിക്കുന്നതിനോ സത്യം, ധർമ്മം, ശാന്തി, പ്രേമം എന്നിവയുടെ പാതയിലൂടെ ലോകത്തെ നയിക്കുന്നതിനോ ഉള്ള ദൗത്യത്തിൽ ഞാൻ കൂടുതൽ സജീവമാകുന്നത് നിങ്ങൾ കാണും. അതിനുശേഷം എന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ലീലകളെയും മഹിമകളെയും ഒഴിവാക്കാൻ ഞാൻ തീരുമാനിച്ചു എന്നല്ല ഇതിനർത്ഥം. ധർമ്മം പുനഃസ്ഥാപിക്കുക, വളഞ്ഞുപോയതിനെ തിരുത്തുക എന്നതിനാണ് ഞാൻ പ്രാധാന്യം നൽകുന്നത് എന്നേ ഞാൻ അർത്ഥമാക്കുന്നുള്ളൂ. മനുഷ്യമനസ്സുകളെയും മനുഷ്യരാശിയെയും സനാതനധർമ്മത്തിലേക്ക് തിരികെ നയിക്കുക എന്നതായിരിക്കും അതിനുശേഷമുള്ള എന്റെ ദൗത്യം. സംശയവും വ്യർത്ഥമായ വാദപ്രതിവാദങ്ങളും മൂലം വഴിതെറ്റിപ്പോകരുത്. ഇതെല്ലാം എനിക്ക് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്ന് സംശയിക്കരുത്. ബൃന്ദാവനത്തിലെ ഗോപാലന്മാരും തങ്ങളുടെ ഇടയിൽ വളർന്ന ചെറിയ ആൺകുട്ടിക്ക് ഗോവർദ്ധനഗിരി ഉയർത്തിപ്പിടിക്കാൻ കഴിയുമോ എന്ന് സംശയിച്ചിരുന്നു. ഇവിടെ ആവശ്യമുള്ളത് വിശ്വാസമാണ്, വീണ്ടും കൂടുതൽ വിശ്വാസമാണ്. ഒരിക്കൽ കൃഷ്ണനും അർജുനനും ഒരു തുറന്ന വഴിയിലൂടെ ഒന്നിച്ച് നടന്നുപോകുകയായിരുന്നു. ആകാശത്ത് ഒരു പക്ഷിയെ കണ്ട് കൃഷ്ണൻ അർജുനനോട് ചോദിച്ചു, അതൊരു പ്രാവാണോ? അർജുനൻ മറുപടി പറഞ്ഞു, അതെ, അതൊരു പ്രാവാണ്. അവൻ അർജുനനോട് ചോദിച്ചു, അതൊരു പരുന്താണോ? അർജുനൻ ഉടൻ തന്നെ മറുപടി നൽകി, അതെ, അതൊരു പരുന്താണ്. അല്ല അർജുന, അതെനിക്കൊരു കാക്കയെപ്പോലെ തോന്നുന്നു. അതൊരു കാക്കയല്ലേ? കൃഷ്ണൻ ചോദിച്ചു. അർജുനൻ മറുപടി പറഞ്ഞു, ക്ഷമിക്കണം, സംശയമില്ലാതെ അതൊരു കാക്ക തന്നെയാണ്. കൃഷ്ണൻ ചിരിക്കുകയും ഏതു നിർദ്ദേശത്തോടും താൻ യോജിക്കുന്നതിനെക്കുറിച്ച് അർജുനനെ ശാസിക്കുകയും ചെയ്തു. എന്നാൽ അർജുനൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കണ്ണുകളുടെ തെളിവുകളേക്കാൾ വളരെ ഭാരമേറിയതാണ് അങ്ങയുടെ വാക്കുകൾ. അങ്ങേക്ക് അതിനെ ഒരു കാക്കയോ പ്രാവോ അല്ലെങ്കിൽ പരുന്തോ ആക്കാൻ കഴിയും. അങ്ങ് അതൊരു കാക്കയാണെന്ന് പറയുമ്പോൾ അത് ഒരെണ്ണം തന്നെയായിരിക്കണം. പൂർണ്ണമായ വിശ്വാസമാണ് ആത്മീയ വിജയത്തിന്റെ രഹസ്യം. ഭഗവാൻ സ്നേഹിക്കുന്നത് ഭക്തനെയല്ല, മറിച്ച് അവന്റെ ഭക്തിയെയാണെന്ന് ഓർക്കുക. ഭഗവാന്റെ കൃപ മഴ പോലെയാണ്, ശുദ്ധമായ ജലം, അതെല്ലായിടത്തും ഒരുപോലെ പെയ്യുന്നു.
എന്നാൽ അതിലൂടെ ഒഴുകുന്ന മണ്ണനുസരിച്ച് അതിന്റെ രുചി മാറുന്നു. അതുപോലെ ഭഗവാന്റെ വാക്കുകൾ ചിലർക്ക് മധുരമുള്ളതും മറ്റു ചിലർക്ക് കയ്പുള്ളതുമാണ്. ഭഗവാന്റെ വഴികൾ അജ്ഞാതമാണ്. അവിടുന്ന് വിതുരനെ നശിച്ചു പോകട്ടെ എന്ന വാക്കുകളാലും ദുശ്ശാസനനെ 1000 കൊല്ലം ജീവിക്കട്ടെ എന്ന വാക്കുകളാലും അനുഗ്രഹിച്ചു. വിതുരന്റെ അഹന്ത ഞാൻ നശിക്കുമെന്നും ദുഷ്ടനായ ദുശ്ശാസനന് ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും 10,000 വർഷം അനുഭവിക്കേണ്ടിവരുമെന്നും ആണ് അവിടുന്ന് ഉദ്ദേശിച്ചത്. നൂറ്റാണ്ടുകളായി ഭഗവാന്റെ പ്രവൃത്തികൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ നിങ്ങൾക്കറിയില്ല. എല്ലാ കാര്യങ്ങളിലും നിങ്ങളെപ്പോലെ തന്നെയായിരിക്കുന്ന ഒരേ ഉദ്ദേശ്യങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരേ ഇഷ്ടാനിഷ്ടങ്ങളുള്ള മറ്റു മനുഷ്യരുടെ ഉദ്ദേശ്യങ്ങൾ മനസ്സിലാക്കാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ല. എന്നിട്ടും മനുഷ്യന്റെ തലത്തിൽ നിന്ന് വളരെ വളരെ ഉയരത്തിലുള്ള ഒരുവന്റെ ഉദ്ദേശ്യങ്ങൾ എത്ര എളുപ്പത്തിലാണ് നിങ്ങൾ കണ്ടെത്തുന്നതെന്ന് നോക്കൂ. ഒരു മീന് അന്തരീക്ഷം എത്ര അപരിചിതമാണോ അത്രയും അപരിചിതമായ ഒന്നതിനെക്കുറിച്ച് നിങ്ങൾ എത്ര നിസ്സാരമായാണ് സംസാരിക്കുകയും വിധിക്കുകയും ചെയ്യുന്നത്. 4 തരം മനുഷ്യരുണ്ട്: മരിച്ചവർ, ഭഗവാനെ നിഷേധിക്കുകയും സ്വതന്ത്രരും സ്വയം നിയന്ത്രിക്കുന്നവരുമായി തങ്ങൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവർ; രോഗികൾ, വല്ല ആപത്തും വരുമ്പോഴോ ആശ്വാസത്തിന്റെ സാധാരണ സ്രോതസ്സുകളിൽ നിന്ന് താൽക്കാലികമായി ഒറ്റപ്പെട്ടതായി തോന്നുമ്പോഴോ ഭഗവാനെ വിളിക്കുന്നവർ; മന്ദബുദ്ധികൾ അല്ലെങ്കിൽ ഉദാസീനർ, ദൈവം നിത്യനായ കൂട്ടുകാരനും കാവൽക്കാരനുമാണെന്നറിയാമെങ്കിലും ആ ചിന്ത ശക്തമായി തോന്നുമ്പോൾ മാത്രം ഇടയ്ക്കിടെ അതോർക്കുന്നവർ; ഒടുവിൽ ആരോഗ്യമുള്ളവർ, ഭഗവാനിൽ ഉറച്ച വിശ്വാസമുള്ളവരും അവിടുത്തെ ആശ്വാസദായകമായ സർഗാത്മക സാന്നിധ്യത്തിൽ എപ്പോഴും ജീവിക്കുന്നവരും. ലോകത്തിന്റെ അടിയും തിരിച്ചടികളും അനുഭവിക്കുന്നതിലൂടെയാണ് നിങ്ങൾ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്കും രോഗത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്കും കടക്കുന്നത്. മനുഷ്യന്റെ പഠനരീതിയിൽ കറിക്കുലം ലോകമെന്നത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഭാഗമാണ്. അന്വേഷണത്തിന്റെ യാതനകളിൽ നിന്നാണ് ജ്ഞാനം എന്ന കുഞ്ഞ് ജനിക്കുന്നത്. ആ വേദനകൾ അർത്ഥവത്തായതാണ്. അവ പുതിയൊരു ജീവിതത്തിന്റെ ജനനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അശാന്തിയിൽ നിന്നാണ് നിങ്ങൾക്ക് പ്രശാന്തി ലഭിക്കുന്നത്. പ്രശാന്തിയിൽ നിന്ന് പ്രകാന്തിയും പ്രകാന്തിയിൽ നിന്ന് പരഞ്ജ്യോതിയും ലഭിക്കുന്നു. സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും ഈ ആവർത്തനം രാവും പകലും മാറി മാറി വരുന്നതുപോലെയാണ്. രാവും പകലും ഇരട്ട സഹോദരിമാരാണ്. മണ്ണ് ഫലഭൂയിഷ്ഠമാക്കാനും ജീവിതത്തെ സജീവമാക്കാനും ഉന്മേഷഭരിതമാക്കാനും രണ്ടും ആവശ്യമാണ്. അവ വേനൽക്കാലവും തണുപ്പുകാലവും പോലെയാണ്. ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, ബാബാ, ഈ വേനൽക്കാലത്തെ ചൂട് കുറച്ചു കുറയ്ക്കൂ എന്ന്. എന്നാൽ വേനൽക്കാലത്തെ ചൂടിലാണ് ഭൂമി ഉൾക്കൊള്ളുന്നത്. സൂര്യനിൽ നിന്ന് ആവശ്യമായ ഊർജ്ജം കൈക്കൊള്ളുന്നു. അങ്ങനെ മഴയെത്തുമ്പോൾ സമൃദ്ധമായ വിളവ് നൽകാൻ അതിന് സാധിക്കുന്നു. തണുപ്പും ചൂടും ദൈവത്തിന്റെ പദ്ധതിയിലുള്ളവയാണ്. അത് മനസ്സിലാക്കി രണ്ടിനെയും വിലപ്പെട്ടതായി കരുതുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പ്രകൃതിയിൽ മുള്ളുള്ള ചെടികളും മുള്ളില്ലാത്ത ചെടികളുമുണ്ട്. ജ്ഞാനിയായ വ്യക്തി രണ്ടിന്റെയും മൂല്യം തിരിച്ചറിയുന്നു. അവൻ മുള്ളില്ലാത്ത ചെടിയെ നട്ടുവളർത്തുകയും അവൻ സംരക്ഷിക്കുന്ന വസ്തുവിന് ദോഷം വരാതിരിക്കാൻ അതിനു ചുറ്റും മുള്ളുള്ള ചെടികൾ നട്ടുവളർത്തുകയും ചെയ്യുന്നു. പ്രവൃത്തിക്ക് രക്ഷിക്കാനും കൊല്ലാനും കഴിയും. അത് കടിക്കുന്ന പൂച്ചയെപ്പോലെയാണ്. പൂച്ചക്കുട്ടിയെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാനാണ് അത് അതിനെ കടിച്ചുയർത്തുന്നത്. എന്നാൽ എലിയെ കൊല്ലാനും തിന്നാനുമാണ് അത് കടിക്കുന്നത്. നിങ്ങൾ പൂച്ചക്കുട്ടിയാവുക. അപ്പോൾ പ്രവൃത്തി സ്നേഹമയിയായ ഒരു അമ്മയെപ്പോലെ നിങ്ങളെ രക്ഷിക്കും. നിങ്ങൾ എലിയായാൽ നിങ്ങൾ നശിക്കും. ദൈവം വ്യക്തിയെ തന്നിലേക്ക് ആകർഷിക്കുന്നു. അവ രണ്ടും ഒന്നായതിനാൽ ഈ പരസ്പര ആകർഷണം എന്നത് രണ്ടിലെയും പ്രകൃതമാണ്. അവ ഇരുമ്പും കാന്തവും പോലെയാണ്. എന്നാൽ ഇരുമ്പിൽ തുരുമ്പും അഴുക്കിന്റെ പാളികളും മൂടിയാൽ കാന്തത്തിനതിനെ ആകർഷിക്കാൻ കഴിയില്ല. ആ തടസ്സം നീക്കുക. അതുമാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവത്തിൽ പ്രകാശിക്കുക. ഭഗവാൻ നിങ്ങളെ തന്റെ മാറോട് ചേർക്കും. പരീക്ഷണങ്ങളും ദുരിതങ്ങളുമാണ് ഈ ശുദ്ധീകരണം നടത്തുന്നതിനുള്ള മാർഗങ്ങൾ. അതുകൊണ്ടാണ് കുന്തികൃഷ്ണനോട്, ഞങ്ങൾക്കെപ്പോഴും ദുഃഖം നൽകുക, എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് അങ്ങയെ ഒരിക്കലും മറക്കാതിരിക്കാൻ കഴിയൂ എന്ന് പ്രാർത്ഥിച്ചത്. നാമസ്മരണയാകുന്ന മരുന്നിന്റെ ഫലം വർദ്ധിപ്പിക്കുന്നതിന് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഭക്ഷണക്രമീകരണങ്ങളും മറ്റ് നിയന്ത്രണങ്ങളും പോലെയാണ് ഈ പ്രയാസങ്ങൾ. സായി സർവജനപ്രിയനാണ്. അതിനാൽ നിങ്ങൾക്ക് ആനന്ദം നൽകുന്ന ഏത് നാമവും നിങ്ങൾക്ക് സ്വീകരിക്കാം. ഈ ലോകത്തിൽ ഒരു ജീവി എന്ന നിലയിൽ തലമുറകളായുള്ള പ്രവൃത്തികളിലൂടെ നേടിയെടുത്ത സ്വഭാവത്തിനും മാനസികാവസ്ഥയ്ക്കുമനുസരിച്ച് ഓരോരുത്തരുടെയും അഭിരുചികൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഒരു കോഫി ഹൌസ് ഉടമയ്ക്ക് തലവേദന വരുമ്പോൾ തലവേദന മാറാനുള്ള ഗുളികയ്ക്കായി അവൻ അടുത്തുള്ള മരുന്നുകടക്കാരന്റെ അടുക്കൽ പോകുന്നു. മരുന്നുകടക്കാരന് തലവേദന വരുമ്പോൾ അത് മാറ്റുമെന്ന് കരുതി അവൻ 1 കപ്പ് സ്വരചിഹ്നം. മനുഷ്യർ അങ്ങനെയാണ്. ലോകോ ഭിന്നരുചി. ലോകത്ത് ഓരോരുത്തരുടെയും രുചികളും താൽപ്പര്യങ്ങളും വ്യത്യസ്തമാണ്. സർവം ബ്രഹ്മമയം അഥവാ ദൈവം തന്നെയാണ് എല്ലാം എന്ന് ജ്ഞാനി പറയുന്നു. എല്ലാം ഊർജ്ജമാണെന്നൊരു യോഗിയും ഇതെല്ലാം ഭഗവാന്റെ ലീലയാണെന്ന് ഒരു ഭക്തനും പറയുന്നു. ഓരോരുത്തരും അവരവരുടെ താൽപ്പര്യങ്ങൾക്കും ആത്മീയ സാധനയിലെ പുരോഗതിക്കുമനുസരിച്ചാണ് സംസാരിക്കുന്നത്. അതിനാൽ അവരെ തൃണവൽക്കരിക്കാനോ പരിഹസിക്കാനോ തിടുക്കം കൂട്ടരുത്. കാരണം അവരെല്ലാം ഒരേ വഴിയിലൂടെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്ന തീർത്ഥാടകരാണ്. മനസ്സിനെയും അത് ഓടി നടക്കുന്ന ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കാനാണ് സാധന ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത്.
നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നില്ലെന്ന് തോന്നുമ്പോൾ സാധന ഉപേക്ഷിക്കരുത്, മറിച്ച് അത് കൂടുതൽ തീവ്രമായി ചെയ്യുക. ജയിക്കാൻ സാധിക്കാത്ത വിഷയത്തിനല്ലേ കൂടുതൽ പഠനം ആവശ്യമുള്ളത്, അല്ലേ? സാധന എന്നാൽ ബാഹ്യമായ ശുദ്ധിയും ആന്തരികമായ ശുദ്ധിയും കൂടിയാണ്. കുളിച്ച ശേഷം അഴുക്കുപുരണ്ട വസ്ത്രം ധരിച്ചാൽ നിങ്ങൾക്ക് ഉന്മേഷം തോന്നുമോ? ഇല്ലല്ലോ. അതുപോലെ അലക്കിയ വസ്ത്രം ധരിക്കുകയും എന്നാൽ കുളിക്കാതിരിക്കുകയും ചെയ്താലും ആ ഉന്മേഷം ലഭിക്കില്ല. അതിനാൽ ബാഹ്യവും ഭാവപരവുമായ ആന്തരികമായ രണ്ടു കാര്യങ്ങളും ഒരുപോലെ ആവശ്യമാണ്. പോലീസ് പിടിക്കുമെന്നോ ഭൂതമടിക്കുമെന്നോ നിങ്ങൾ പറയുമ്പോൾ കുട്ടികൾ അത് വിശ്വസിക്കുന്നു. അവർ ഭയവും സഹിഷ്ണുതയും വിശ്വാസവും നിറഞ്ഞവരാണ്. എന്നാൽ പ്രായമാവുകയും തലച്ചോറിൽ എല്ലാത്തരം സിദ്ധാന്തങ്ങളും തത്വങ്ങളും വാദപ്രതിവാദങ്ങളും നിറയ്ക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ വിവേകം ഉപയോഗിച്ച് കഠിനമായ വഴിയിലൂടെ വേണം ദൈവത്തെ കണ്ടെത്താൻ. ഇത് ഞാൻ നിങ്ങളോട് പറയാം, ഇതിൽ നിന്നും ഒളിച്ചോടാൻ കഴിയില്ല. എല്ലാ ജീവികളും എന്നെങ്കിലും ദൈർഘ്യമേറിയ വഴിയിലൂടെയോ കുറുക്കുവഴിയിലൂടെയോ ദൈവത്തിൽ എത്തിച്ചേരേണ്ടതുണ്ട്. പ്രശാന്തി നിലയം, വിജയദശമി, 1953.